അസം നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 126 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും ചില സീറ്റുകളിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലല്ല, മറിച്ച് ചില വിമതന്മാർ കാരണം ഈ മത്സരം ത്രികോണ മത്സരമാണ്. ഇക്കാരണത്താൽ എല്ലാവരുടെയും ശ്രദ്ധ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ്. അതിലൊന്നാണ് അസമിൻ്റെ തലസ്ഥാനമായ ഗുവാഹത്തിക്കടുത്തുള്ള ദിസ്പൂർ നിയമസഭാ മണ്ഡലം. ഇവിടെ 2 സ്ഥാനാർത്ഥികൾക്ക് മുമ്പ് BJPയുമായി ബന്ധമുണ്ടായിരുന്നവരാണ്. കൂടാതെ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുന്നതിന് 36 മണിക്കൂർ മുമ്പ് വരെ കോൺഗ്രസ് പാർട്ടിയുടെ MP ആയിരുന്നു. നിങ്ങൾ കോൺഗ്രസിലായിരുന്നു, ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ BJPയിൽ ഒരു കലാപമുണ്ടായിരിക്കുന്നു. ഇത് കലാപമല്ല, ഇത് വളരെ സ്വാഭാവികമാണ്. മുമ്പ് ഈ മണ്ഡലത്തിന് വേണ്ടി ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുന്നതാണ്. കോൺഗ്രസിൽ ഇത് വളരെ കൂടുതലാണ്. നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസിൽ അട്ടിമറികൾ നടക്കാറുണ്ട്. ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അപ്പോൾ ഇത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിന്റെ ആഭ്യന്തര ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് മാത്രമല്ലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ സ്വാഭാവികമായൊരു പ്രതികരണമാണ്. പക്ഷെ അതിപ്പോൾ ഒരു വെല്ലുവിളിയല്ല, ഒരു പ്രശ്നവുമില്ല. പ്രദ്യോത് ബോർദോലോയ് ഒരു MP ആയിരുന്നു. എന്തിനാണ് MLA ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് MLA ആവാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു മുൻപ് 4 തവണ MLA ആയിരുന്നു. ആസാമിൽ ഞാൻ 15 വർഷം മന്ത്രിയായിരുന്നു. എന്നാൽ എൻ്റെ പാർലമെൻറ്റിലെ ഈ കാലാവധി നിങ്ങൾക്കറിയാമായിരിക്കും. ഇതെൻ്റെ 2ാമത്തെ ടേമായിരുന്നു. എൻ്റെ കാലാവധി ജൂൺ 2029 വരെയാണ്. 3.5 വർഷത്തെ കാലാവധി ഇനിയും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ അന്ന് മാർച്ച് 19-ാം തീയതി ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ അതേ ദിവസം അതേ സമയം ഞാൻ പാർലമെൻറ്റിൽ നിന്നും രാജിവെച്ചു. എൻ്റെ ബാക്കിയുണ്ടായിരുന്ന 3.5 വർഷത്തെ കാലാവധിയും ഉപേക്ഷിച്ചാണ് ഞാൻ വന്നത്. എന്നാൽ ആ സമയത്ത് വീണ്ടും ആസാം അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എനിക്ക് യാതൊരു പദ്ധതിയുമില്ലായിരുന്നു. ഇത് BJPയുടെ ഉന്നത നേതൃത്വം എന്നോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യണമെന്ന്. കോൺഗ്രസിനോട് കൂറില്ലാത്ത ഒരാൾ എങ്ങനെ BJPയോട് കൂറുള്ളവനും ലോയലുമാകും? അതല്ല കാര്യം. ഞാൻ എപ്പോഴും കോൺഗ്രസിനോട് കൂറുള്ളവനായിരുന്നു എന്നത് തെറ്റാണ്. എന്നാൽ അവർ നിങ്ങളെ ഇങ്ങനെ പിടികൂടിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ഞാൻ പ്രവർത്തിച്ചിരുന്ന ആ കോൺഗ്രസ് ഇപ്പോൾ നിലവിലില്ല. നശിച്ചുകൊണ്ടിരിക്കുന്ന ആ കോൺഗ്രസ് ഇപ്പോൾ നിലവിലില്ല. എനിക്ക് ഒരു അവസാനത്തെ ചോദ്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അമിത്ഷാജി ആയാലും അവർ പറയുന്നത് ഇതിനു മുൻപത്തെ കോൺഗ്രസ് സർക്കാരിൽ അഴിമതി വളരെ കൂടുതലായിരുന്നു എന്നാണ്. താങ്കൾ ആ സർക്കാരിൽ മന്ത്രിയായിരുന്നു. താങ്കൾ അദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, അഴിമതി കുറച്ചൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും. എൻ്റെ 15 വർഷത്തെ കാലയളവിൽ എനിക്കെതിരെ നിങ്ങൾക്ക് അന്വേഷിക്കാം. എനിക്കെതിരെ ഒരൊറ്റ അഴിമതി ആരോപണം പോലുമില്ല. നന്ദി. BJPയെ അസമിൽ സ്ഥാപിച്ചത് കുറച്ചുപേർ ചേർന്നാണ്. അവരിൽ താങ്കളും ഒരാളായിരുന്നു. ഇന്ന് താങ്കൾ ഒരു വിമതനാണ്. അതെന്തുകൊണ്ട്? സത്യത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വാജ്പേയിജിയുടെ ആദർശങ്ങൾ കണ്ടിട്ടാണ് ഭാരതീയ പാർട്ടിയിലേക്ക് വന്നത്. കാരണം ഞങ്ങളുടെ അസമിൽ 1979 മുതൽ 1985 വരെ വളരെ വലിയൊരു പ്രക്ഷോഭം നടന്നിരുന്നു. അപ്പോൾ ആ പ്രക്ഷോഭത്തിൽ എന്താണ് സംഭവിച്ചത്? വാജ്പേയിജിയുടെ നേതൃത്വത്തിൽ BJP അസമിനൊപ്പം നിലകൊണ്ടു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ വാജ്പേയിജിയുടെ ആദർശം ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് കുറഞ്ഞത് 20 വയസ്സായപ്പോൾ മുതൽ ഞങ്ങൾ BJPയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഇവിടെയാണെങ്കിൽ BJPക്ക് യാതൊരു നിലയുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. കുറഞ്ഞത് ഇന്നേക്ക് 35 വർഷം മുൻപുള്ള പഴയ കാര്യമാണ്. അപ്പോൾ ഇത് മുറുകെ പിടിച്ചാണ് ഞാൻ വന്നത്. എപ്പോൾ മുതൽ കോൺഗ്രസിൽ നിന്നും പാർട്ടിയിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ ഞങ്ങളെപ്പോലുള്ള പഴയ പ്രവർത്തകരെ എല്ലാ പദവികളിൽ നിന്നും മാറ്റി അവർ അവിടെ ഇരിക്കുന്നത് ഒരു സാധാരണ കാര്യമായി മാറി. അപ്പോൾ ഇത്തവണയും അങ്ങനെ സംഭവിച്ചു. ടിക്കറ്റ് പ്രഖ്യാപിക്കുന്നതിന് 1-2 ദിവസം മുൻപ് കോൺഗ്രസിന്റെ MP ആയിരുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്ന ഒരാൾ
അദ്ദേഹത്തിന്റെ DNA-യിൽ കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിരുന്നു. പ്രദ്യോത് ബോർദലോയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ദിസ്പൂരിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം നൽകി. അതുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനെ പിന്തുണയ്ക്കുന്നത് എന്റെ ആദർശം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വാഭിമാനിയാണ്. അതുകൊണ്ട് ഞാൻ പാർട്ടി വിട്ടു. നിങ്ങൾ സ്വാഭിമാനിയായതുകൊണ്ട് ഇവിടെ ഒരു ഔദ്യോഗിക BJP സ്ഥാനാർത്ഥിയും ഒരു യഥാർത്ഥ BJP സ്ഥാനാർത്ഥിയും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. ഒരു കോൺഗ്രസ് DNA ഉള്ള സ്ഥാനാർത്ഥിയുണ്ട്, ഒരു കോൺഗ്രസ്സുകാരനുമുണ്ട്. കൂടാതെ BJP-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട് BJP-യെക്കുറിച്ച് നല്ലത് ചിന്തിച്ച് മത്സരിക്കുന്ന പഴയ ആളായ ഞാൻ ഒറ്റയ്ക്കാണ്. ഹേമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? കാരണം ഇപ്പോൾ BJP-ക്ക് സർവേശ്വരൻ ശർമ്മയാണ്. എല്ലാം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് എല്ലാം. അദ്ദേഹമാണ് ഇപ്പോൾ ഉടമ. BJP ആസാമിൽ ഒരു കമ്പനിയായി മാറിയിരിക്കുന്നു. ഹേമന്ത ബിശ്വ ശർമ്മയാണ് ആ കമ്പനിയുടെ ഉടമ. ഹേമന്ത ബിശ്വ ശർമ്മയ്ക്ക് മുകളിൽ വേറെ ആരാണ് ഉടമയെന്നറിയില്ല. അദ്ദേഹത്തിന് മുകളിൽ ഡൽഹിയിൽ നിന്നൊരു ശക്തിയുണ്ട്. അദ്ദേഹത്തെ ആർക്കും ഇളക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ എതിർക്കുന്ന ഞങ്ങളെപ്പോലെ ശക്തരായവരുമുണ്ട്. അതുകൊണ്ടാണ് ആ സിദ്ധാന്തത്തെ എതിർത്തത്. അപ്പോൾ ജനങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഫലം നോക്കൂ. മുഴുവൻ ജനങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. മുഴുവൻ ജനങ്ങളും ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പാർട്ടിക്ക് നല്ലതല്ല. ഇന്ന് 35 വർഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം കരിയർ ഉപേക്ഷിച്ച് ഞങ്ങൾ BJP-യുടെ കരിയറാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെയൊരു അവസ്ഥ വരുന്നത് ശരിയല്ല. പാർട്ടിക്ക് ഇത് നല്ലതല്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു നന്ദിത ഗാർലോസ കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്നു. 5 വർഷം മുൻപ് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്ന ഉടനെ അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തു. MLA ആയി, മന്ത്രിയായി. ഇത്തവണ അദ്ദേഹത്തിന് ടിക്കറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന ഈ ആളുകൾ സ്വന്തം കാര്യത്തിനാണ് വരുന്നത്. സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ്, പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടി വന്നതല്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നന്ദിത ഗാർലോസ ഒരാഴ്ച മുൻപ് തിരിച്ചു പോയതുപോലെയാകും. പിന്നെ കോൺഗ്രസിൽ നിന്നും മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കൂ? ഈ ആളുകൾ വെറും സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മോദിജിയോടോ ഷാ സാഹിബിനോടോ ആരോടും അപ്പീൽ ചെയ്തില്ല, സംസാരിച്ചില്ല. ഹേ സഹോദര, ഞങ്ങൾക്ക് 1 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. എന്നാൽ കോൺഗ്രസിൽ നിന്ന് വരുന്നയാൾക്ക് 24 മണിക്കൂറിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. ഇതെന്തൊരു കാര്യമാണ്? 99-ൽ എന്റെ വണ്ടിയിലാണ് ഞാൻ മോദിജിയെ ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം ഷില്ലോങ്, അതായത് മേഘാലയയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സ്വയം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മേഘാലയയിലേക്ക് പോകുന്നതെന്ന്. ആ മോദിജി എന്റെ പേര് വെട്ടിയ ആ യോഗത്തിലിരിക്കുന്നുണ്ടായിരുന്നു, നാമനിർദ്ദേശം. അപ്പോൾ ഒരുപക്ഷെ മോദിജിക്ക് ഈ വാർത്തയെക്കുറിച്ച് അറിവ് കിട്ടിയാൽ 99-ാം വർഷം മുതൽ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുകയും 99 മുതൽ ഇന്നുവരെ, അതായത് ഇന്നേക്ക് ഒരാഴ്ച മുൻപ് വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഇങ്ങനെയൊരാളെ ഒഴിവാക്കിയതിൽ കുറഞ്ഞ പക്ഷം മോദിജിക്ക് ദുഃഖം തോന്നും. കോൺഗ്രസ് ഒരു തവണ കോൺഗ്രസ് സർക്കാർ വരണം. ദിസ്പൂരിലെ സീറ്റിനായുള്ള ഇപ്പോഴത്തെ പോരാട്ടത്തിൽ ഞാൻ കോൺഗ്രസിനോടുള്ള വിശ്വാസത്തോടും കൂറോടും കൂടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നേരിട്ട് പോരാടുകയാണ്. കൂടാതെ BJP-യുടെ സ്ഥാനാർത്ഥിയായ MP പ്രദ്യോത് ബോർദലോയ്ജി, അദ്ദേഹം യഥാർത്ഥത്തിൽ BJP-കാരനല്ല. ഞങ്ങളിതിനെ കോൺഗ്രസ് JP എന്നാണ് വിളിക്കുന്നത്. അത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ BJP-യാണ്. അതിനാൽ BJP പ്രവർത്തകരും ആ കോൺഗ്രസ് JP-ക്ക് വോട്ട് ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാർട്ടിയെ കെട്ടിപ്പടുത്ത BJP-യുടെ മുതിർന്ന പഴയ പ്രവർത്തകരെ നിരാശപ്പെടുത്തി സ്വന്തം സൗകര്യത്തിന് വേണ്ടി ചെയ്തതിന് അദ്ദേഹത്തിന് സഹായം കിട്ടില്ല. കൂടാതെ BJP-യിൽ നിന്ന് വന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന ജനതാദൾ സ്ഥാനാർത്ഥിയും BJP-യുടെ വോട്ടുകൾ തന്നെ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മത്സരം ആരോടാണ്? എന്റെ മത്സരം പ്രദ്യോജിയോടായിരിക്കില്ല എന്ന് തോന്നുന്നു. എന്റെ മത്സരം ജനതാദളിനോട് തന്നെയായിരിക്കും. പിന്നെ തൽക്കാലം അവസാനം ഞങ്ങൾ ഇവിടെ BJP-യുടെ ശക്തി കേന്ദ്രമാണല്ലോ. BJP-യുടെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP പ്രവർത്തകർക്ക് മനസ്സിലായി തുടങ്ങി, പാർട്ടിയെ കെട്ടിപ്പടുത്ത പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ തന്റെ പഴയ കോൺഗ്രസ് കൂട്ടാളികളെ, അതായത് റെഡ് കാർപ്പറ്റിനടിയിൽ അഴിമതി ഫയലുകൾ ഒളിപ്പിച്ചു വെച്ചവരെയൊക്കെ ഒരുമിപ്പിച്ച് കോൺഗ്രസുകാരായ 28 പേർക്ക് ടിക്കറ്റ് കൊടുത്തിരിക്കുകയാണെന്ന്.
അതുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ ഉള്ളിടത്തോളം കാലം BJPയുടെ പഴയ പ്രവർത്തകർക്ക് ഒരു ഭാവിയുമില്ലെന്ന് BJPക്കാർക്ക് ഇപ്പോൾ മനസ്സിലായി. ഇവിടെ ഒരു സ്കീമുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി 9 ദിവസത്തെ ഒരു സ്കീമിൽ 40 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 9,000 രൂപ വീതം നിക്ഷേപിച്ചു. നിങ്ങളുടെ പ്രതികരണം? അതുപോലെ ബീഹാറിലും 1 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിൽ 10,000 രൂപ വീതം ഇട്ടിരുന്നു. എന്നാൽ ഇലക്ഷൻ അടുത്തപ്പോൾ എന്തു സംഭവിച്ചു? അവർക്കത് പലിശയടക്കം തിരിച്ചു നൽകാൻ നോട്ടീസ് വന്നു. അപ്പോൾ ഞങ്ങളുടെ അസമിലെ സ്ത്രീകൾ സരസ്വതിയെ പോലെയാണ്. എന്നാൽ ആദ്യം അവർ തരുന്നതും പിന്നെ തിരിച്ചെടുക്കുന്നതും കണ്ടു. എന്നാൽ 9,000 രൂപ വോട്ടിനു വേണ്ടിയാണ് തന്നതെന്ന് ഇവർക്കും മനസ്സിലായി. ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തന്നെ തന്നു. അതുകൊണ്ട് ഇത്തവണ അവരും BJPക്ക് വോട്ട് ചെയ്യില്ല. കാരണം ജനങ്ങളുടെ മേലുള്ള 2 ലക്ഷം കോടിയുടെ കടത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു കൈകൊണ്ട് അവർ 1,250 രൂപ തരുന്നു, മറു കൈകൊണ്ട് അവർ 57,000ന്റെ സർക്കാർ കടമെടുക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അവരും ഇത്തവണ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യുമെന്ന്. നിങ്ങൾ BJPയിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ കോൺഗ്രസിലുമാണ്. എന്ത് വ്യത്യാസമാണുള്ളത്? ഞാൻ 17 വർഷം BJPയിലുണ്ടായിരുന്നു. ആ പ്രക്ഷോഭ സമയത്ത് ഞാൻ BJP വിട്ടുവന്നു. BJP അധികാരത്തിലിരുന്നപ്പോൾ ഞാൻ വെറും കൈയോടെയാണ് BJPയിൽ നിന്ന് വന്നത്. പ്രദ്യോതിജിക്ക് അത്ര ധൈര്യമൊന്നുമില്ല. അവരെ കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത്, പോറ്റി വളർത്തി ഇത്രയും വലിയ നേതാവാക്കിയത്. ഇലക്ഷന് 1 മാസം പോലും ഇല്ലാത്തപ്പോൾ അവർ പാർട്ടി വിട്ട് സ്വന്തം സൗകര്യത്തിന് വേണ്ടി പോയി. അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ കോൺഗ്രസിൽ ചേർന്നത് കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതിരുന്നപ്പോഴാണ്. അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഞാൻ വെല്ലുവിളികളെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തവണ ഗുവാഹത്തി ദിസ്പൂരിന്റെ കഴിഞ്ഞ തവണ ഞാനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. എനിക്ക് 6.5 ലക്ഷം വോട്ട് കിട്ടി. ഈ മണ്ഡലത്തിലെ 50,000-ൽ കൂടുതൽ ആളുകൾ എനിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. ഇത്തവണ ആളുകൾ എനിക്ക് ലക്ഷക്കണക്കിന് വോട്ട് ചെയ്യും. എനിക്ക് ജയിക്കാൻ കഴിയും. അതാണ് എന്റെ പ്രതീക്ഷ.